Hi, I am Rojas Jose, Managing Director of Alpha Academy. 2022 NEET examination എഴുതി കഴിഞ്ഞ് ഒരു MBBS സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ MBBS സീറ്റിലേക്ക് എത്താൻ വേണ്ടി നീറ്റിൻ്റെ റിസൾട്ട് വന്ന് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ഒരു കോളേജിലേക്ക് എൻട്രി നേടുമ്പോൾ കേരളത്തിലുള്ള സീറ്റുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വൈസുള്ള സീറ്റുകൾ, ഈ കോളേജുകളുടെ ഫീസുകൾ, ഇതൊക്കെ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു MBBS കോഴ്സിന് ഓരോ സ്റ്റേറ്റിലും അഡ്മിഷൻ കിട്ടാനുള്ള പ്രൊസീജിയർ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് കൃത്യമായി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്നതിനും അതേപോലെ തന്നെ നമുക്കൊരു അർഹമായ സീറ്റ് കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനുമൊക്കെ തീർച്ചയായും നമുക്ക് സഹായിക്കും. നമുക്കറിയാം, കേരളത്തിൽ 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായി 1555 സീറ്റാണുള്ളത്. ഈ വർഷം ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോളേജിലേക്കും ഇപ്രാവശ്യത്തെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗൺസിലിങ്ങിലൂടെ നമുക്കൊരു സീറ്റ് അവിടെയും അലോട്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കോളേജുകളിലൊക്കെ, അതായത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് എന്ന് പറയുന്നത് 27,580 റുപ്പീസ് മാത്രമാണ്. അതായത് ഒരു വർഷം MBBS കോഴ്സ് പഠിക്കുന്നതിന് 27,580 രൂപ മാത്രമാണ് ഗവൺമെൻറ് ഫീസായിട്ട് വരിക. ഈ OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സൗജന്യമായി തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ റിസർവേഷൻ അനുസരിച്ചിട്ട് SC ST കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതേപോലൊരു ഫീസിലേക്കാണ് വരുന്നത്. ഇനി മറ്റൊരു സീറ്റ്, ഗവൺമെൻറ് സീറ്റ് കഴിഞ്ഞാൽ മറ്റൊരു ഫീസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഡീംഡ് യൂണിവേഴ്സിറ്റികളുമാണ്. കേരളത്തിൽ 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ഉള്ളത്. ഈ 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും കൂടെ 2550ഓളം സീറ്റുകളാണ് MBBS സീറ്റിനുള്ളത്. ഇവിടെ നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അവിടുത്തെ ഫീസ് വരിക. ഈ വർഷം 2022-23 അക്കാഡമിക് ഇയറിൽ ഒരു അഡ്മിഷൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഡീംഡ് കോളേജുകളിലോ നടക്കുമ്പോൾ MCCയുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് ഗവൺമെൻറ് ഫീസ് മാത്രമേ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 50% സീറ്റിലും വാങ്ങാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഉത്തരവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഓരോ സ്റ്റേറ്റും ഈ വർഷത്തെ MBBSൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷനാണ് നിർബന്ധമായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2022-23 ഇയറിലെ അഡ്മിഷൻ പ്രൊസീജിയർ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും നടക്കുമ്പോൾ ആ കോളേജുകളുടെയൊക്കെ 50% സീറ്റ് ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനൊരു ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ കോളേജുകളൊക്കെ തീർച്ചയായും സുപ്രീം കോടതിയൊക്കെ സമീപിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ പോലും കുട്ടികൾക്ക് ഒരു വളരെ കുറഞ്ഞ ഗവൺമെൻറ് ഫീസിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കാൻ പറ്റുന്നൊരു ഫീസിലേക്ക് സുപ്രീം കോടതിയുടെയും ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ 50-50 എന്നുള്ള അനുപാതത്തിൽ തന്നെയാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഫുൾ സീറ്റുകളിലേക്കും ഈ ഉയർന്ന ഫീസ് എന്നൊരു കൺസിഡറേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ പഴയ സിസ്റ്റത്തിലേക്ക് 50% സീറ്റിൽ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ പറ്റുന്ന, ഗവൺമെൻറ് പ്രൊസീജിയറിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തീർച്ചയായും ഈ വർഷം മുതൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയും ഡീംഡ് യൂണിവേഴ്സിറ്റി, നമുക്കറിയാം കേരളത്തിലെ 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ളത് അമൃത മെഡിക്കൽ കോളേജാണ്. അമൃത മെഡിക്കൽ കോളേജ് 150 സീറ്റുകളാണുള്ളത്. ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ നമുക്കറിയാം വിവിധ കമ്മ്യൂണിറ്റികളുടെ കോളേജുകളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കോളേജുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോളേജുകളുണ്ട്. ഇങ്ങനെ 19 കോളേജുകളാണുള്ളത്. ഈ കോളേജുകളിൽ 50% ഗവൺമെൻറ് ഫീസ് വരിക മീൻസ് ഒരു 27,580 എന്നുള്ളൊരു ഫീസിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ബാക്കി വരുന്ന 50% സീറ്റിൽ മിക്കവാറും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന ഫീസ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനൊരു നിയമത്തിലേക്ക് എത്തിയാൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡീംഡ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം നോർമലി വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 20 lakhs റുപ്പീസാണ്. ഇതിൽ നിന്നും ആ കോളേജുകളുടെ 50% സീറ്റും നോർമൽ ഗവൺമെൻറ് ഫീസിലേക്ക് മാറുന്നൊരു സിസ്റ്റത്തിലേക്കൊക്കെ എത്തിയാൽ ഇത് തന്നെയായിരിക്കും ഓൾ ഇന്ത്യ വൈസുള്ള എല്ലാ സ്റ്റേറ്റിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ നിയമമായി മാറുന്നത്.
ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ഫീസിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും ഗവൺമെൻറ് ഫീസിൽ പഠിക്കാമെന്നൊരു സിസ്റ്റം വരുമ്പോൾ അതാത് സ്റ്റേറ്റിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സീറ്റിൽ പ്യുവർലി ഗവൺമെൻറ് കോളേജുകളിൽ കിട്ടുന്ന സീറ്റുകൾ കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും ആ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പോലും കേരളത്തിലെ കുട്ടികൾക്ക് മറ്റുള്ള സ്റ്റേറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സാധ്യതയും ഒക്കെ ലഭിക്കുമ്പോൾ മാർക്കുകൾ ഒരല്പം കൂടെ കുറഞ്ഞ റാങ്കുകൾ ഒരല്പം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും നീറ്റിലൂടെ ഒരു MBBS കോഴ്സിന് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള വളരെ അനന്തമായ സാധ്യതകളാണ് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും വിദ്യാർത്ഥികൾക്കായി തുറക്കപ്പെടാൻ പോകുന്നത്. ഈ സൗകര്യങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇനി നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്, റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2 റാങ്ക് ലിസ്റ്റാണ് വരിക. ആദ്യം തന്നെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ്, ഇന്ത്യ മുഴുവനുള്ള കുട്ടികളിൽ നിന്നും നമുക്ക് എത്ര റാങ്കിലാണ് നമുക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റാങ്ക് ലിസ്റ്റ്. അതിനുശേഷം സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓരോ സ്റ്റേറ്റിലുമുള്ള കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റിലെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വഴിയാണ് ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും 15% സീറ്റുകളും അതിനോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ സീറ്റുമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി 50% സീറ്റ് ഡീംഡിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഒക്കെ വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിലും മുൻ വർഷത്തേക്കാൾ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കൗൺസിലിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നാം കൃത്യമായി പങ്കെടുക്കുകയും ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റിലെയും അതിനോടൊപ്പം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സീറ്റിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ സീറ്റിലേക്കുമൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ കൃത്യമായി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സിസ്റ്റം നാം പ്രയോജനപ്പെടുത്തണം. അതിനോടൊപ്പം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ആ ഗവൺമെൻറ് 50% വരുന്ന ആ അതർ സ്റ്റേറ്റിലെ സീറ്റിലേക്ക് മറ്റുള്ള സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ ലഭിക്കത്തില്ല. അവിടുത്തെ 50% വരുന്ന ബാക്കി വരുന്ന മാനേജ്മെൻറ്റ് സീറ്റുകളിൽ, ഉയർന്ന ഫീസ് വരുന്ന സീറ്റുകളിൽ അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്കും 15% എലിജിബിലിറ്റി ഉണ്ട്. അതിന് നാം ഓരോ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ഉയർന്ന ഫീസായ 50% വരുന്ന സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ tn.health.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി തമിഴ്നാട്ടിൽ നാം അപ്ലൈ ചെയ്യണം. അതുപോലെ കർണാടകത്തിലാണെങ്കിലും UP-യിലാണെങ്കിലും ഓരോ സ്റ്റേറ്റിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നാം അതാത് സമയത്ത് കൃത്യമായി അപ്ലൈ ചെയ്യണം. ഇതൊരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി രണ്ടാമതായിട്ട് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റ്. ഇനി സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റിലൂടെയാണ് MBBSൻ്റെയും BDSൻ്റെയും കേരളത്തിലുള്ള ബാക്കി 85% സീറ്റും MBBSും BDSും കൂടെ ചേർത്ത് വരുന്നത് മൊത്തം 13 കോഴ്സുകളാണ്. MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്. ഇത്രയും കോഴ്സുകളിലേക്ക് ഒരു സിംഗിൾ വിൻഡോ മീൻസ് സെക്കൻഡ് റാങ്ക് ലിസ്റ്റായ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലൂടെയാണ് കേരള എൻട്രൻസ് കമ്മീഷണർ അല്ലെങ്കിൽ KEAM മെഡിക്കൽ സെക്ടറിലെ അലോട്ട്മെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ തന്നെ ഡിഫറെൻറ്റ് ക്യാമ്പസുകളുണ്ട്. ഗവൺമെൻറ് സെക്ടറിലെ ക്യാമ്പസുകളുണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ക്യാമ്പസുകളുണ്ട്. ഇതിലേക്കൊക്കെ എല്ലാ റിസർവേഷൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, റിസർവേഷൻ നമുക്കറിയാം ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പോലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS സെക്ഷനിലെ റിസർവേഷൻസ് ഉണ്ട്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം PWD കോട്ട റിസർവേഷൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള കമ്മ്യൂണൽ റിസർവേഷൻസിലേക്ക് വരുമ്പോൾ കാസ്റ്റ് വൈസ് മുസ്ലിം റിസർവേഷനുള്ള കുട്ടികൾക്ക് ലാറ്റിൻ കത്തോലിക്ക്, ഈഴവ കമ്മ്യൂണിറ്റി, കുടുംബി, കുശവൻ ഇങ്ങനെ വരുന്ന ഓരോ കമ്മ്യൂണിറ്റി വൈസുള്ള റിസർവേഷൻസ് ഉണ്ട്. ഇനി കമ്മ്യൂണിറ്റി റിസർവേഷൻസ് കൂടാതെ ഫീസ് സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്ന OEC റിസർവേഷൻസ് ഉണ്ട്. SC/ST കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്കുള്ള റിസർവേഷൻസ് ഉണ്ട്. സ്പോർട്സ് കോട്ടയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ റിസർവേഷൻ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ നടക്കുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്രയും നന്നായി പഠിച്ച് NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് പരീക്ഷ എഴുതിയതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ കൗൺസിലിംഗ് പ്രോസസ്സിലും കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളത്.
എങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് കോളേജുകളിലെ കുറഞ്ഞ ഫീസിലേക്കും അതുപോലെ ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളിലേക്കും അതിനോടൊപ്പം ഇനി വരാൻ പോകുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ കുറഞ്ഞ ഫീസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ വർഷം നിശ്ചയിക്കുന്നത് പോലെയുള്ള റീസണബിൾ ഫീസിലൊക്കെ പഠിക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പസുകളിലേക്ക് നമുക്ക് എത്താനുമൊക്കെ സാധിക്കുക. ഈ സമയത്തൊക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. കൃത്യമായ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കൃത്യമായി പേരൻസിലേക്കും വിദ്യാർത്ഥികളിലേക്കും കൃത്യമായി എത്തുകയും ചെയ്യും. ഇനി ഈ വർഷത്തെ എക്സാമിനേഷൻ എഴുതി നല്ല ഉയർന്നൊരു മാർക്കിൽ എത്തിയില്ല അല്ലെങ്കിൽ റാങ്കിൽ എത്തിയില്ല, ഉദ്ദേശിച്ച ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച ഒരു വിദ്യാർത്ഥിയും മോശമൊന്നുമല്ല. അവരെ പഠിക്കേണ്ട രീതിയിലേക്ക് കൃത്യമായിട്ട് എത്താത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ സിലബസ് NCERT കൃത്യമായി പഠിച്ചു തീർക്കാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ആ കെയർ കിട്ടാഞ്ഞതുകൊണ്ടാണ് അവരൊരൽപ്പം ഡൗൺ ആയി പോയത്. അവരെ മികച്ച രീതിയിൽ ഒരു കെയർ കൊടുത്താൽ, സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പഠിപ്പിച്ചാൽ, അവരെ ഒന്ന് കൈപിടിച്ച് മുന്നോട്ട് നടത്തിയാൽ ഇവരൊക്കെ വിജയികളായി മാറ്റപ്പെടുന്ന കുട്ടികളാണ്. അങ്ങനെ വിജയികളായി മാറ്റപ്പെടുവാൻ, നിങ്ങളുടെ കഴിവുകളെ ഏറ്റവും മികച്ച ഒരു പൊസിഷനിലേക്ക് എത്തിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണോ? അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ആവട്ടെ, NEET എക്സാമിനേഷൻ ആവട്ടെ, IIT JEE എക്സാമിനേഷൻ ആവട്ടെ, KEAM എക്സാമിനേഷൻ ആവട്ടെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, നാഷണൽ ഡിഫൻസ് അക്കാഡമി, IAST എക്സാമിനേഷൻ, ഇതുപോലെ എൻട്രൻസ് ഫീൽഡിൽ എഴുതാനുള്ള ഏറ്റവും മികച്ച ഏതൊരു എക്സാമിനേഷനും ആവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ പഠിക്കാൻ ആൽഫ അക്കാഡമിയുടെ ഓരോ കോഴ്സുകളിലേക്കും വിളിക്കാം, അന്വേഷിക്കാം. നിങ്ങളെ പഠിപ്പിക്കാൻ, വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.